ചേച്ചിയോടെ ആശുപത്രിയില. ഡിസ്ചാർജ് നാളെ ഉള്ളൂ. പിന്നെ നീ വന്നതോ? അല്ല, ചേച്ചി വരുന്നതിന് മുന്നേ മുറിയേക്കൊന്ന് ശരിയാക്കണ്ടേ? വയ്യാണ്ടിരിക്കുമല്ലേ? എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അതിനിവിടെ ഞാനുണ്ട്. നിന്റെ സഹായം വേണ്ടാന്ന് സിദ്ധു പറഞ്ഞു. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവളാന്ന്. ശരിയല്ലേ സിദ്ധു? എന്തിനാ പറയുന്നത്? അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ദേവിക്ക് കുടിക്കാനേ ഒരു ചായ എടുത്തുണ്ടോ? നിന്റെ പട്ടി എടുക്കും. ഹാ, ഇതാ നിന്റെ കുഴപ്പം. പറഞ്ഞാ ഒന്നും അനുസരിക്കില്ല. പക്ഷേ ദേവിക്ക് അങ്ങനെയല്ല. ഒന്നും പറയണ്ട, എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളൂ. അയ്യോ, സിദ്ധുവിന്റെ ഷർട്ടിൽ എന്താ എന്താണോ പൊടി പോലെ ഇരിക്കുന്നത്? അനങ്ങാതെ നിൽക്ക്, ഞാൻ എടുത്തോളാം. നിറച്ച് പൊടിയാണല്ലോ. ഈ വീടൊന്നും അടിച്ചു വാരിയിടാറില്ല? ഇല്ല. അതിന്റെയാ. അല്ല, നിനക്ക് പിന്നെ വേറെന്താ പണി ഇവിടെ? അത് ചോദിക്കാൻ നീ ആരടി? അതെ, നീ എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണേ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ വായിലെ പല്ലിന്റെ എണ്ണം കുറയും. നീ എന്നെ തല്ലൂ? എന്നെ തല്ലടി. ഇടി തല്ലാൻ. ചന്ദ്രേ, നിന്റെ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തോടെയാണോ നീ ഈ വീട്ടിൽ കാല് കുത്തിയത്, അതൊന്നും നടന്നില്ല. അല്ല, ഒന്നും നടന്നില്ല എന്നങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ചിലതൊക്കെ നടന്നിട്ടുണ്ട്. സ്വർണത്തിനിപ്പോ നല്ല വിലയല്ലേ സിദ്ധു? പിന്നെ 1.25 ലക്ഷത്തിനടുത്താ ഇപ്പൊ പവന് വില. ഇവിടുന്നിപ്പോ എത്ര പവൻ പോയി കാണും? കുറച്ചധികം പോയി കാണും. ചേച്ചിയുടെ മുഴുവൻ സ്വർണം പോയിന്ന് പറയാം. അതെടുത്തത് ആരായാലും അവരെ പിടിക്കണ്ടേ? പിടിച്ചാൽ മാത്രം പോരാ, ആ സ്വർണം മുഴുവൻ തിരിച്ചു പിടിക്കുകയും വേണം. നിനക്കാര്യ ചന്ദ്ര സംശയം? ആരായിരിക്കും ആ സ്വർണം എടുത്തത്? എനിക്കെങ്ങനെ അറിയാം? എന്നാ എനിക്കറിയാം. ഒരു കാരണവശാലും അവർ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. ദേവിക വാ, ഞാൻ ചേച്ചിയുടെ റൂം കാണിച്ചു തരാം. ഇതിനകത്ത് കയറി അങ്ങ് ഒളിച്ചിരുന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കാൻ അറിയോ അച്ഛന്? അതിനെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ വേവലാതിപ്പെടുന്നത്? ഇത് നിന്റെ വീടല്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ഇത് എന്റെ വീട് തന്നെയാ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നിന്റെ പെരുമാറ്റം. അവള് വന്നിട്ടുണ്ട്. ആര്? ദേവികി? നന്നായി, അവളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വരാൻ പറയാമായിരുന്നില്ലേ ഇങ്ങോട്ട്? എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. മര്യാദയ്ക്ക് അവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? എന്തിന്? അതിനവൾ എന്ത് തെറ്റാ ചെയ്തത്? കല്യാണം കഴിയുന്നതിന് മുൻപ് ചെറുക്കന്റെ വീട്ടിൽ വരാറുണ്ടോ പെൺകുട്ടികള്? നീ അങ്ങനെ ആയിരുന്നില്ലേ? ഇവിടെ ആയിരുന്നില്ലേ നിന്റെ താമസം? അച്ഛൻ ഇപ്പൊ അവളെ ഇറക്കി വിടാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. അവള് കാരണമാണ് എനിക്ക് എന്റെ മോളെ തിരികെ കിട്ടിയത്. ആയുസ് തീരും വരെ ഞാൻ അവളോട് കടപ്പെട്ടിരിക്കും. എനിക്കിഷ്ടമല്ല അവളിവിടെ വരുന്നത്. ഇഷ്ടമില്ലെങ്കിൽ നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. എനിക്ക് നിന്നേക്കാൾ വലുത് അവളാ. അനുഭവിക്കും നിങ്ങൾ, കണ്ടോ? ഇത്രയും കാലം അനുഭവിക്കായിരുന്നില്ലേ? അതുകൊണ്ട് എന്തു വന്നാലും സഹിക്കും. പിന്നെ ഈ വീട്ടിന്റെ ശാപം
ചെയ്തത് നീയാ. നീ ഇവിടുന്ന് പോയാൽ ഞങ്ങളുടെ കഷ്ടകാലം തീരും. കാണിച്ചു തരാം ഞാൻ.